ശാന്തി. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് മറ്റെവിടെയും നമ്മൾ പഠിക്കാത്തൊരു പാഠത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക. എസ്പെഷ്യലി സ്കൂളിൽ പഠിക്കാത്തൊരു പാഠം. എന്തുകൊണ്ടെന്നറിയോ? ഒരു കൊച്ചു അനുഭവമാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലൊരു നല്ല പെയിൻറ്റർ ഉണ്ടായിരുന്നു. അയാൾ ദിവസവും ഓരോ പെയിൻറ്റിങ് ഉണ്ടാക്കും. ആ പെയിൻറ്റിങ് കൊണ്ടുപോകും, രാവിലെ പോവും. ആ പെയിൻറ്റിങ് ഇഷ്ടമുള്ള ഒരുപാട് ആരാധകരുടെ ഒരു ആരാധനാമൂർത്തിയായിരുന്നു ആ പെയിൻറ്റർ. അയാൾ പെയിൻറ്റിങ് കൊണ്ടുപോകും, മാർക്കറ്റിൽ ആ പെയിൻറ്റിങ് അയാൾ വിൽക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും നിർബന്ധമായിട്ടും ആരെങ്കിലും ഒരാൾ $500 കൊടുത്തുകൊണ്ട് പെയിൻറ്റിങ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ വേണ്ടി തയ്യാറാവും. അയാൾ അത് വിൽക്കുകയും ചെയ്യും, വീട്ടിൽ വരും, സന്തോഷമായിട്ട് സമൃദ്ധമായിട്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കാലം കുറച്ച് കടന്നുപോയി. അയാൾക്ക് കുറച്ച് വാർദ്ധക്യമായി. വരയ്ക്കുമ്പോൾ കൈകൾ വിറയ്ക്കുന്നൊരവസ്ഥ. അപ്പോൾ അയാൾ വിചാരിക്കുകയാണ്, ഈ കല ഞാൻ എൻ്റെ മകനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ കലയെ ഞാൻ അനശ്വരമാക്കും, ജീവിതം സുഖകരമാക്കുമെന്ന്. അങ്ങനെ മകൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് എൻ്റെ കൈ വിറയ്ക്കുന്നു, എനിക്ക് നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് വരയ്ക്കാനുള്ളതായിരിക്കുന്ന ഈ വിദ്യ നിനക്ക് പകർന്നു തരണമെന്ന് ആഗ്രഹിക്കുകയാണ്. നീ പെയിൻറ്റിങ്സ് ഉണ്ടാക്കൂ, ആളുകൾക്ക് കൊടുക്കൂ, അവർ തീർച്ചയായിട്ടും നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യും, ആ പൈസയും കൊണ്ട് നിനക്ക് സുഖമായിട്ട് ജീവിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ അച്ഛൻ മകന് വരയ്ക്കാനുള്ളതായിരിക്കുന്ന കല പകർന്നു കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞു മകൻ ഒരു നല്ല പെയിൻറ്റിങ് ഉണ്ടാക്കി. അപ്പോൾ അതിന് അച്ഛൻ പറയുന്നു, ഇന്ന് മാർക്കറ്റിലേക്ക് ഞാൻ വരുന്നില്ല, നീ ഈ പെയിൻറ്റിങ് കൊണ്ടുപോയിട്ട് വിറ്റ് അതിനുള്ള പൈസയും കൊണ്ടുവരാൻ പറയും. മകൻ പോവും, ചെന്ന് നോക്കും. അന്ന് എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ പെയിൻറ്റിങ്ങിന് $100 മാത്രമേ ആളെ കിട്ടിയുള്ളൂ. $100 അവൻ ആ പെയിൻറ്റിങ് വിറ്റു. വീട്ടിൽ വരുമ്പോൾ മുഖം വാടിയിരുന്നു, കണ്ണുകളിൽ സങ്കടം ഉണ്ടായിരുന്നു. അച്ഛൻ ചോദിച്ചു, എന്ത് പറ്റി, എന്താ ആകെ വാടിയിരിക്കുന്നല്ലോ? നോക്കുക അച്ഛാ, അച്ഛൻ്റെ പെയിൻറ്റിങ്ങിന് ദിവസവും $500 ആൾ തരാൻ തയ്യാറായിരുന്നു, എനിക്ക് വെറും $100 മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ പറയും, ആ $100 പകരം $500 വാങ്ങാനുള്ള കലയും ഞാൻ തന്നെ പഠിപ്പിച്ചു തരാം, ഒന്നും കൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാണ്ടെന്ന് പറയും. അങ്ങനെ കുറച്ചുകൂടെ അച്ഛൻ കാര്യങ്ങൾ മകനെ പഠിപ്പിച്ചു. വീണ്ടും ഒരു ദിവസം മകൻ ഒരു പെയിൻറ്റിങ് ഉണ്ടാക്കി, മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. അന്ന് അവന് $200 കിട്ടി. അപ്പോഴും അവൻ്റെ മുഖം വാടിയിരുന്നു. ഇത്രയൊക്കെ ഞാൻ പഠിച്ചിട്ടും അച്ഛനെ പോലെ ഒരു പെയിൻറ്റിങ് ഉണ്ടാക്കാൻ എനിക്കായില്ലല്ലോ അച്ഛാന്ന്. വീട്ടിൽ വന്ന് അച്ഛനോട് വിഷമം പറഞ്ഞപ്പോൾ അച്ഛൻ പറയും, വിഷമിക്കണ്ട, കുറേയും കൂടെ കാര്യം എനിക്ക് നിന്നെ പഠിപ്പിച്ചു തരാനുണ്ട്, അതും കൂടെ നീ പഠിക്കുക, തീർച്ചയായിട്ടും നന്നായി ചെയ്യാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം അച്ഛൻ കുറേയും കൂടെ നന്നായിട്ട് കാര്യങ്ങളെ പഠിപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും ഒരു പെയിൻറ്റിങ് ഉണ്ടാക്കി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ പോയി. അന്ന് അവന് $400 കിട്ടി. കുറച്ചൊരു സന്തോഷം തോന്നി. എന്നാലും ഇതുവരെയായിട്ടും ഒരു പെയിൻറ്റിങ് പോലും അച്ഛൻ വരച്ചതിനേക്കാൾ ഭംഗിയായിട്ടോ അച്ഛനെ പോലെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. വീണ്ടും വീട്ടിൽ വന്നു, സങ്കടം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നിൻ്റെ പഠിക്കൽ കഴിഞ്ഞിട്ടില്ലേ മോനെ, അതുകൊണ്ടാണ്, കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനുണ്ട്. അച്ഛൻ നന്നായി പഠിപ്പിച്ചു കൊടുത്തു. പിറ്റേ ദിവസം അവൻ പെയിൻറ്റിങ് ഉണ്ടാക്കി. ആ പെയിൻറ്റിങ് ഉണ്ടാക്കിയതും കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. $700 അവൻ അന്ന് അവൻ്റെ പെയിൻറ്റിങ്ങിന് വേണ്ടി കിട്ടി. സന്തോഷം കൊണ്ട് മതിമറഞ്ഞ് വിജയാഹ്ലാദത്തോടു കൂടി അവൻ വീട്ടിൽ വന്ന് കയറി. അച്ഛൻ ചോദിച്ചു, എത്ര സന്തോഷത്തിലാണല്ലോ നീ ഇന്ന് എത്ര $1 കിട്ടിയെന്ന് ചോദിക്കും. അപ്പോൾ മകൻ പറയും, അച്ഛാ, ഇന്ന് അച്ഛനേക്കാൾ നന്നായി ഞാൻ പെയിൻറ്റിങ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു, $700 എനിക്ക് കിട്ടിയെന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും, എനിക്ക് പഠിപ്പിച്ചു തരാനുള്ള കല കഴിഞ്ഞിട്ടില്ല മോനെ, കുറേയും കൂടെ കാര്യം പഠിപ്പിച്ചു തരാനുണ്ടെന്ന് പറയും. അപ്പം മകൻ അച്ഛനോട് പറയും, ഇനി അച്ഛനൊന്നും എന്നെ പഠിപ്പിക്കണമെന്നില്ല, അച്ഛൻ ഇതുവരെയായിട്ട് വരച്ചിട്ട് $500 കൂടുതൽ ഒരു പൈസ അച്ഛന് കിട്ടിയിട്ടില്ല, ഞാൻ ഇന്ന് $700 വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്, അപ്പോൾ എന്നെക്കാൾ നന്നായിട്ട് ഇനി ഒരു കല പഠിപ്പിക്കാൻ അച്ഛനില്ല, അതുകൊണ്ട് ഇനി അച്ഛൻ പഠിപ്പിക്കേണ്ടെന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും, ഇത് തന്നെയായിരുന്നു മോനെ എൻ്റെ മിസ്റ്റേക്ക്. എൻ്റെ അച്ഛൻ പെയിൻറ്റിങ് വരച്ച് വിൽക്കുന്ന ആളായിരുന്നു, $300 ആയിരുന്നു അന്ന് അച്ഛൻ സമ്പാദിച്ചിരുന്നത് ഡെയിലി. അപ്പോൾ അച്ഛൻ എനിക്ക് പെയിൻറ്റിങ് പഠിപ്പിച്ചു തന്ന് ഞാൻ വിൽക്കാൻ $500 വരെ എത്തിയപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇനി അച്ഛൻ എനിക്കൊന്നും പഠിപ്പിക്കണ്ട, ഇനി ഞാൻ എല്ലാം നേടിയെടുത്തു കഴിഞ്ഞു എന്ന്. ഇന്ന് വരെ $500 കൂടുതലായിട്ട് ഒരു പൈസ എനിക്ക് ഏൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല. നീയും പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ $700 കൂടുതലായിട്ട് ഒരു പൈസയും നീ ഇനി സമ്പാദിക്കാനും പോകുന്നില്ല എന്ന്. സത്യത്തിൽ ജീവിതവും അത് തന്നെയാണ്. ജീവിതത്തിൽ എന്തെല്ലാവും ഞാൻ നേടി പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ദിവസം മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ച അവിടെ അവസാനിക്കുന്നു. ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ട് പഠിക്കാനുള്ളതാണ്. ചെറിയവർ വലിയവരെന്ന് വ്യത്യാസമില്ലാതെ
ആരിൽ നിന്നും എന്ത് നല്ല കാര്യം കിട്ടുന്നോ അതെല്ലാം പഠിക്കാനും സ്വീകരിക്കാനും സ്വന്തമാക്കാനും ജീവിതത്തിൽ എന്നും പുതുമ കൊണ്ടുവരാനും ശ്രമിക്കുന്ന ആൾക്ക് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ആസ്വദിക്കാം, ആനന്ദിക്കാം, എന്നും പ്രോഗ്രസ്സിലായിരിക്കും. വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു മരത്തിൻ്റെ അവസ്ഥ അത് മറ്റുള്ളവർക്ക് ആശ്രയം കൂടിക്കൊണ്ടേയിരിക്കും പോലെ ഒരു മനുഷ്യൻ്റെ ജീവിതം പഠിക്കും തോറും മറ്റുള്ളവർക്ക് അനുഭവത്തിന് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും നമുക്ക് പഠിക്കാനുള്ളതാണ്. മരണത്തിൻ്റെ പാഠം അവിടെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ചിരിച്ചുകൊണ്ട് ദേഹത്തിന് പറന്നു പോകണമെങ്കിൽ ആ ഒരു ട്രയലേ നമുക്കുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ഞാൻ പഠിച്ചു, ഞാൻ അറിഞ്ഞു, ഞാൻ എല്ലാം നേടി എന്ന് വിചാരിക്കരുത്. എന്നും പഠിക്കാനുള്ളതാണ്, എന്നും നേടാനുള്ളതാണ്, എന്നും മുന്നോട്ട് പോകാനുള്ളതാണ്. ഈ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ ഒരിക്കലും അഹങ്കാരത്തിൻ്റെ പുഴു നമ്മുടെ മനസ്സിനെ തിന്നില്ല. ജീവിതത്തിന് ആർക്കും തടയാനാവാത്ത രീതിയിൽ അനന്തവിഹായസിലേക്ക് വളരാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനൊരു വിശാലമായ മനസ്സ് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ആ സന്തോഷവും സുഖവും അനന്തമായ വിഹായസോളം വിശാലമായി വളരാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.